സൈക്കിളിൽ നിന്ന് വീണ് കുഞ്ഞിൻ്റെ കൈയൊടിഞ്ഞു. ഇത്രയും പൊടി കുഞ്ഞ്, 1.5 വയസ്സുള്ള കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണപ്പോൾ ഇത്രയും ഒരു ഇതുണ്ടായി. അത് പരിശോധിച്ച ഡോക്ടർമാരും അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത നേഴ്സുമാരും ഡോക്ടർമാരും ഇവരെന്താ പൊട്ടന്മാരായിരുന്നു. ഈ ഒരു സമയത്ത് കുട്ടിയുടെ അമ്മമ്മയെ ആരോ പരാതി കൊടുത്തിരുന്നു എന്നും പറയുന്നുണ്ട് പോലീസിൽ. അപ്പോഴെങ്കിലും നമ്മുടെ അന്വേഷണം, ഒരു ചെറിയൊരു അന്വേഷണമെങ്കിലും നടത്തണമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി ഒരു സമിതി ഉള്ളതാണ് നമുക്ക്. ഇത്രയും ഒരു ദാരുണമായൊരു സംഭവം, ഇങ്ങനെ ഒരു മുറിവ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന്, ഈ ഒരു ദാരുണമായൊരു സംഭവം നടക്കുന്നതിന് മുന്നേ ഇവർ സൈക്കിളിൽ നിന്ന് വീണ് കൊച്ചിൻ്റെ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അപ്പോഴും കുഞ്ഞിൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് 51 മുറിവുകൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്തും ജസ്റ്റ് നമ്മൾ ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പോലും ഡോക്ടേഴ്സ് അത് നോക്കുമല്ലോ. പിന്നെന്താണ് ഈ ഒരു കേസിൽ അത് വരാതിരുന്നത്? അതാണ് പറയുന്നത്. മൊത്തം ക്രിമിനലുകൾ വാഴുന്ന ഒരു നാടായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ന്യായം, നീതി, ഇതിനൊന്നും ഒരു വിലയും കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു കേസുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ ആ കുഞ്ഞു ശരീരത്തിൽ ഒരാളുടെ പ്രഹരങ്ങൾ ഏൽക്കുന്നുണ്ട് എന്ന് ആ ഡോക്ടേഴ്സ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞിന്നും ജീവനോടെ ഉണ്ടായേനെ. ആ കുഞ്ഞിനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയും അതിനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകളുടെ കൈകളിലേക്ക് ആ കുഞ്ഞെത്തിപ്പെടുകയും ചെയ്തേനെ. പക്ഷേ അവിടെ അനീതി, കുഞ്ഞിനോട് അനീതി തന്നെ. ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലുണ്ട് ആ ഒരു സങ്കടം. പിന്നെ ഈ ഒരു പ്രായത്തിലൊരു കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെയധികം ഈ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യത്തെ ഒരു കുട്ടിയുണ്ട്, രണ്ടാമതൊരു കുട്ടി വരുമ്പോൾ ഈ ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിയെ ഉപദ്രവിക്കുകയും കളിപ്പാട്ടങ്ങൾ മാറ്റിവെക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് ഒരു ഇതുള്ളതാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ അടിക്കുന്ന കുട്ടിയോ ഒരു തവണ അടിച്ചു എന്ന് വിചാരിച്ച് ഒരിക്കലും ഈ കുഞ്ഞ് ഒരിക്കലും അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. കാരണം അതങ്ങനെയാണ്. അവർക്ക് പക്വതയായിട്ടില്ല. ഇനിയും പോയാൽ എന്നെ അടിക്കും എന്നുള്ളൊരു വിചാരം അവർക്കില്ല. അവർ വീണ്ടും വിളിക്കുമ്പോൾ തന്നെ ഓടിച്ചെല്ലും, അവരെ കാണുമ്പോൾ തന്നെ ഓടിച്ചെല്ലും. കാരണം ആ ഒരു പ്രായമാണ്. അവർക്ക് വേർതിരിച്ച് ഇനി പോയാൽ എന്നെ ഉപദ്രവിക്കും, ഇനി പോയാൽ എന്നെ അടിക്കും, അങ്ങനെയുള്ളൊരു ചിന്ത വർക്ക് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഭയം പോലും ഉണ്ടാവില്ല അവളെ കാണുമ്പോൾ. അതാണ് ഇവിടെ അവളുടെ ആ ചിരിയിൽ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതാണ്, ഒരു ഭയം ഉണ്ടാവില്ല. കുറച്ചുകൂടി മുതിർന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഭയം ഉണ്ടാവും. അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അടിക്കുമോ എന്നുള്ളൊരു ഭയം തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ മാറും. പക്ഷേ ഈ ഒരു പ്രായത്തിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരതയാണ് ചെയ്തത്. കാരണം ഈ ഒരു പ്രായത്തിൽ അത് വീണ്ടും വീണ്ടും ആളുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അടിച്ച് അതിനെ ഞുറുക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ചെന്നിട്ടുണ്ടാവണം. അല്ലാതെ ഒരിക്കലും ഒഴിഞ്ഞ് മാറില്ല ആ കുട്ടി. വളരെ ദയനീയമായിട്ടുള്ള, അവരത് നല്ല തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം അവനൊക്കെ. ഇതൊക്കെ ഈ അർഹതയില്ലാത്തവർക്ക് ദൈവം എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്രയോ പേര് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കണം. ഈ വൃത്തികെട്ട ഇങ്ങനെയുള്ളതുങ്ങൾക്കൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്? അവളുടെ ചിരി നോക്കണം. ആ സൈക്കിളിൽ നിന്ന് വീണ് ആ കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞു എന്നുള്ള ഇതിൽ നുണയും പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് വെച്ചിട്ട് അവളുടെ ചിരി നോക്കണം. ഇവളെയൊക്കെ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? ജയിലിലിട്ട് തീറ്റ കൊടുത്ത് വളർത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ജയിലിലിട്ട് നരകിപ്പിക്കണം. അല്ലെങ്കിൽ തീറ്റ കൊടുക്കാതെ കൊല്ലണം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത്രയും പുണ്യം കിട്ടും ആ ചെയ്യുന്നവർക്ക്. സമൂഹത്തിന് ഒരു മാതൃകയാണ്. ഇനിയിപ്പോൾ കുറേ നാൾ ഇവളും അവനും ഇതുപോലെ കയറി ഇറങ്ങും, കുറേ തീറ്റ കൊടുത്ത് ചീമപ്പന്നി പോലെ ആകും, വരും. അത് തന്നെയല്ലേ ആ കുഞ്ഞിൻ്റെ ജീവന് എന്ത് വിലയാണ് നൽകുന്നത്? ഇവന് കൊടുക്കുന്ന ശിക്ഷ അത് ആ കുഞ്ഞിനോട് ചെയ്യുന്നത്. അതിന് നീതി കിട്ടണം. ഈ ഒരു 1.5 വയസ്സ് പ്രായത്തിൽ ആ കുഞ്ഞ് അനുഭവിച്ച് തന്നെ ആ കുട്ടിക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ നമ്മൾ പറയുക, ഇത് 2 വാക്ക് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ അത് ആ കുഞ്ഞിനോട് ചെയ്യുന്ന അനീതിയാണ്. അതുകൊണ്ട് ഇവന് കറക്റ്റായിട്ടുള്ള ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നിയമപാലകരാണെങ്കിലും എല്ലാവരും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ചുമ്മാ ജയിലിൽ കൊണ്ടിട്ടു എന്ന് കരുതിയിട്ട് ഒരു കാര്യമില്ല. അവനവിടെ സുഖമായിട്ട് തിന്നും കുടിച്ചും ഇരിക്കും. അവന് എളുപ്പമുണ്ടല്ലോ, ഇപ്പം ശമ്പളം വരെ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് ഒരു കാര്യമില്ല. അവന് കറക്റ്റായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. ജീവപര്യന്തമൊന്നും കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവന് നല്ല വേദന അറിഞ്ഞിട്ടുള്ള, അവന് വേണ്ടിയിട്ട് പ്രത്യേകം ശിക്ഷ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് തൂക്കുകയറൊന്നും അവന് ഒന്നുമല്ല. ഒരു നിമിഷത്തെ ഇതല്ല. ആ കുഞ്ഞ് അനുഭവിച്ചതുപോലെ അവനും ഇഞ്ചായി അവൻ്റെ ഓരോ അവയവങ്ങളും ഡാമേജ് ആയി അവൻ തീരണം. മനസ്സിലായോ? നിങ്ങൾ നിയമപാലകർക്കില്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഒരു ആഹാരം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ആ മധു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ എത്ര ദാരുണമായിട്ടാണ് അടിച്ച് ഇല്ലാതാക്കിയത്. ഇവനെ അതുപോലെ സമൂഹത്തിലേക്ക് വിട്ടുകൊടുക്കുക. സമൂഹം അത് എടുത്തോളും. നിയമം കറക്റ്റായിട്ട് ശിക്ഷ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സമൂഹത്തിലേക്ക് തരിക. സമൂഹം നീതി നടപ്പാക്കിക്കോളും ആ കുഞ്ഞിന്.
കുഞ്ഞ് വാവയ്ക്ക് 1000 കണ്ണീർ പ്രണാമം.